പൊന്നോണം കെങ്കേമമാക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് മലയാളികൾ. നാളെ സമൃദ്ധിയോടെ ഓണമുണ്ണാൻ കേരളം ഇന്ന് ഉത്രാടപ്പാച്ചിലേക്ക് കടന്നു കഴിഞ്ഞു. ഈ ഉച്ച സമയത്ത് ഓണവിപണിയിൽ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. പൂക്കളമൊരുക്കാനും സദ്യവട്ടത്തിനും ഒക്കെയുള്ള ഓട്ടപ്പാച്ചിലിന്റെ തിരക്കിലാണ് എല്ലാവരും. തിരുവനന്തപുരം ചാലക്കമ്പോളത്തിൽ നിന്ന് സുനിഷ എല്ലൂർ വിവരങ്ങളുമായി ചേരുകയാണ്. സുനിഷ, എത്ര ദിവസമായി തുടരുന്ന തിരക്കാണ്, വാങ്ങി മതിയാകുന്നില്ല മലയാളിക്ക്. മധു, തിരുവോണം ആഘോഷിക്കാനുള്ള ഉത്രാടപ്പാച്ചിലാണ് മലയാളികൾ. മധു പറഞ്ഞതുപോലെയാണ്, എത്ര വാങ്ങിയാലും തീരുന്നില്ല എന്നുള്ളതാണ്. നാളെ തിരുവോണം അത് കെങ്കേമമാക്കാൻ എന്തൊക്കെ വാങ്ങാം അവസാനവട്ടമായി, അതിനുള്ളൊരു തയ്യാറെടുപ്പാണ്. കാണാൻ കഴിയും, ഞാൻ ഉള്ളത് ചാലാക്കമ്പോളത്തിലാണ്. വലിയ തിരക്ക് ചാലാക്കമ്പോളത്തിൽ ഇപ്പോൾ തന്നെയുണ്ട്. മധു പറഞ്ഞതുപോലെയാണെങ്കിൽ ഇപ്പോൾ ഒരു ഉച്ച സമയമാണ്, എല്ലാവരും ഭക്ഷണം കഴിച്ചൊക്കെ വീട്ടിൽ നിൽക്കുന്ന സമയമാണ്. പക്ഷെ നേരത്തെ തന്നെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇനി അങ്ങോട്ട് നല്ല തിരക്കായിരിക്കും വിപണിയിൽ എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഈ ഒരു മാറ്റം. കാരണം പിന്നെ രാവിലെയൊക്കെ മഴയുടെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, അതും വിപണിയെ ചെറിയ തോതിലെങ്കിലും ബാധിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ ഒരു സമയം ഒന്ന് വെയില് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇതാ ഈ വിപണികളിലേക്ക് ഈ സാധനങ്ങൾ വാങ്ങാനായി എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നാളെ ഓണസദ്യയൊക്കെ ഒരുക്കേണ്ടതാണ്. സ്വാഭാവികമായും ഓണത്തിന് വാങ്ങേണ്ട സാധനങ്ങളും പച്ചക്കറികളും ഒക്കെ വാങ്ങുന്ന ഒരു തിരക്കിൽ കൂടിയാണ്. ചേച്ചി, നാളത്തെ ഓണത്തിനുള്ള ഒരുക്കോട്ടങ്ങളാണ്. അതെ അതെ, സദ്യക്കുള്ളത് സാധനങ്ങൾ വാങ്ങാനാണ് അതിനാ വന്നത്. എല്ലാം വാങ്ങിക്കഴിഞ്ഞു? ഇല്ല, വാങ്ങിയില്ല. എന്തൊക്കെയുണ്ട് ഇനിയിപ്പോ ഇന്ന് മുഴുവൻ ഒരു ഉത്രാടപ്പാച്ചിലാണ്. അതെ, എങ്ങനെയുണ്ട് ഓണൊക്കെ? കുഴപ്പമില്ല. അതാണ് അവസാന വട്ടത്തിൽ ഇതാ ഇപ്പോ ഓണസദ്യയുടെ കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മളിപ്പോൾ ഉള്ളത് പച്ചക്കറി മാർക്കറ്റിന്റെ ഭാഗത്താണ്. ഇനി അങ്ങോട്ട് പോയാൽ ഈ പൂക്കൾ വാങ്ങുന്ന വലിയൊരു തിരക്ക് കാണാൻ കഴിയും. ഇനി ടെക്സ്റ്റൈൽ ഷോപ്പിലാണെങ്കിൽ അവിടെയും നല്ല തിരക്കാണ്. സ്വാഭാവികമായും കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആളുകളെ ഈ കൂട്ടാനുള്ള ഒരു നീക്കം കൂടിയുണ്ട്. രാവിലെയൊക്കെ ഈ മഴ ആയതുകൊണ്ട് അതും വലിയ ബുദ്ധിമുട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഏതായാലും അക്ഷരാർത്ഥത്തിൽ ഈ ഉത്രാടപ്പാച്ചിലേക്ക് നാടും നഗരവും കടന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ അത് നമുക്ക് പറയാം. ഓരോന്നായി തിരഞ്ഞെടുക്കുന്ന ആളുകളെ നമുക്ക് ചാലക്കമ്പോളത്തിൽ കാണാൻ കഴിയും.